സല്യൂട്ട് സന്മനസ്കരെ. ഞാൻ വിരമിച്ചതിന് ശേഷം വളരെ സമാധാനമായിട്ട് സന്തോഷമായിട്ടും കഴിഞ്ഞിരുന്നു. എൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒരു പുസ്തകം പുതിയതായിട്ട് എഴുതി പൂർത്തിയാക്കി പ്രസിദ്ധീകരിച്ചു. എൻ്റെ യൂട്യൂബ് ചാനൽ 4 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഈ ചാനലിലൂടെയൊക്കെ എനിക്ക് നല്ല കുറേ കമൻറ്റുകളും കിട്ടും, വളരെ മോശമായിട്ടുള്ള കുറേ കമൻറ്റുകളും ഒക്കെ കിട്ടിയിരുന്നു. അതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അംഗമായതിൽ പിന്നെ എന്നെ ആവശ്യമില്ലാതെ വെറുക്കുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് ഇപ്പോൾ ഉണ്ട്. കാരണം അത്രയധികം മോശ കമൻറ്റുകൾ ചാനലുകളിൽ മാത്രമല്ല മറ്റു പല ഫേസ്ബുക്ക് പേജുകളിലും ഒക്കെ കാണുന്നുണ്ട്. AI ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ എൻ്റെ മുഖം ചിത്രീകരിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ കമൻറ്റുകൾ എഴുതി, അതിൻ്റെ അടിയിൽ വീണ്ടും കുറേ കമൻറ്റുകൾ കുറേ ആൾക്കാർ എഴുതി. അങ്ങനെയുള്ളത് പലപ്പോഴും ഞാൻ അവഗണിക്കും. പക്ഷെ ചില അവസരങ്ങളിൽ നമുക്ക് അത് പറ്റില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടതിന് പിന്നീട് വളരെയധികം ആൾക്കാർ എന്നെ കാണാൻ വരുന്നുണ്ട്, ഫോണിലൂടെ വിളിച്ച് പരിതാപം അറിയിക്കുന്നുണ്ട്, സഹതാപം അറിയിക്കുന്നുണ്ട്. പക്ഷേ നേരിട്ട് കാണാൻ വന്നും ഇതുപോലെ അയ്യോ കഷ്ടമായി പോയല്ലോ, എന്ത് കഷ്ടം, മാഡം വിഷമിക്കണ്ട, എനിക്കാണെങ്കിൽ യാതൊരു വിഷമവും ഇല്ലാതിരിക്കുന്ന സമയത്ത് പോലും അവർ കരഞ്ഞുകൊണ്ട് അയ്യോ കരയല്ലേ, അയ്യോ പാവം, എന്ത് കഷ്ടമായി പോയി, ഞങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷെ കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സഹതപിക്കാൻ വരുന്നവരുടെ കൂട്ടത്തിൽ പലരും ഇതുപോലെ വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം കാണാമെന്നും പറഞ്ഞ് ഫേസ്ബുക്കിലെ ഏതെങ്കിലും ഒരു പോസ്റ്റ് എടുത്ത് വെച്ച് എൻ്റെ മൂക്കിൻ്റെ താഴെ കൊണ്ട് വെക്കും. അപ്പം നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നോക്കുമ്പോൾ ഇതുപോലെയുള്ള വളരെ മോശമായിട്ട് എന്നെ ചിത്രീകരിച്ച് ഞാനൊരു വാടിയ താമരയും പിടിച്ചുകൊണ്ട് അതുപോലെ എന്നെക്കാളും വാടിയ ഒരു മുഖവുമായിട്ട് കരഞ്ഞുകൊണ്ട് വളരെ വിരൂപയായിട്ട് നിൽക്കുന്ന മുഖമൊക്കെ വെച്ചിട്ട് താഴെ ഇഷ്ടം പോലെ കമൻറ്റുകളും, അത് വളരെ പ്രശസ്തമായിട്ടുള്ള ഓരോ ചാനലുകളാണ്, റിപ്പോർട്ടർ ചാനലിൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞാണ് അവർ കാണിക്കുന്നത്. അല്ലായിരിക്കാം, ഇതൊന്നും എന്നെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. 2 വർഷം അടുപ്പിച്ചാകുന്നു ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിലെ ഒരു അംഗമായിട്ട്. ഇപ്പോൾ ഞാൻ ശാസ്തമംഗലം വാർഡിൻ്റെ കൗൺസിലറും കൂടിയാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഓരോരുത്തരുടെ സംസാരവും അവരുടെ കമൻറ്റുകളും അല്ലെങ്കിൽ ചില പത്രമാധ്യമങ്ങൾ പെരുമാറുന്ന രീതിയും ഒക്കെ കാണുമ്പോൾ കഷ്ടം തോന്നും, എന്തിനാണ് ഇങ്ങനെയെന്ന്. വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം, മെയ് 21-ാം തീയതി അന്ന് എല്ലാ MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമാണ് അന്ന്. കാരണം അന്ന് BJP-യുടെ 3 MLA-മാർ, നമുക്ക് BJP-ക്ക് ഒരു MLA ഉണ്ടായിട്ടുണ്ട് നിയമത്ത്, O രാജഗോപാൽ സാറ്, അദ്ദേഹത്തിന് ശേഷം ഇപ്പോൾ 3 MLA-മാർ BJP-ക്ക് ഉണ്ടായി. അവർ 3 പേരും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ഒരു ദിവസമായിരുന്നു മെയ് 21. അപ്പോൾ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ നേതാക്കളും ആൾക്കാരും അംഗങ്ങളും ഒക്കെ ഞങ്ങളൊരു വലിയ ജാഥയായിട്ട് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ പോയി. അവിടെ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം 3 MLA-മാരോടൊപ്പം ഞങ്ങളും കൂടെ നടന്ന് നിയമസഭാ മന്ദിരത്തിലേക്ക് പോയി. അവിടെ വെച്ചിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. അപ്പം അങ്ങനെ ഈ MLA-മാർ വരാൻ വേണ്ടി രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിൽ കാത്തു നിന്നിരുന്ന സമയം 2 പത്രക്കാർ എൻ്റെ അടുത്ത് വന്നു. ഒരുപാട് പത്രപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. News 18 ചാനലും മറ്റൊരു മനോരമ ചാനലും. News 18-ന്റെ ശരിക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കണ്ടില്ല, പക്ഷെ മനോരമ ചാനൽ എനിക്കത് വാട്സാപ്പിലൂടെ അയച്ചു തന്നു. അയച്ചു തന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞതിലുള്ള തെറ്റുകളൊന്നും കൊണ്ടല്ല, പക്ഷെ അതിൻ്റെ ഇടയിലെ കമൻറ്റുകൾ ഞാൻ കാണണം എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം അതിമോശമായിട്ടുള്ള കമൻറ്റുകളാണ് എല്ലാം വന്നിരിക്കുന്നത്. ഈ കിളവിക്ക് അഹങ്കാരം ഒട്ടും തീർന്നില്ലേ, പരാജയപ്പെട്ടെങ്കിലും ഇപ്പോഴും ദാണ്ടെ അഹങ്കാരവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഇവള്, കിളവി മിണ്ടാതിരുന്നൂടേടി എന്നൊക്കെയുള്ള ഒരുപാട് കമൻറ്റുകൾ അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട്. എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ മിക്കവാറും എല്ലാ കമൻറ്റുകളും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആൾക്കാരാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അത് കള്ളമായിട്ട് അവർ പേര് വെക്കുന്നതാണോ, ഇങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടി ഇന്ന മതവിഭാഗത്തിന് ഇന്ന ആളോട് വിരോധം കൂടുതലാണ് എന്ന് വരുത്താൻ വേണ്ടി പലരും മറ്റു മതങ്ങളിലുള്ളവരും ആ മതത്തിനെ ദുരുപയോഗം ചെയ്യുന്നതാണോ എന്നും അറിയില്ല. പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ വരുന്ന പേരുകൾ ഒരു പെർട്ടിക്കുലർ മതവിഭാഗത്തിൻ്റെതാണ്. നമ്മുടെ ഭാരതം 1976-ൽ 42-ാം അമെൻമെൻറ്റ് പ്രകാരം ഒരു സെക്യുലർ രാഷ്ട്രമായതാണ്. സെക്യുലർ എന്ന് പറഞ്ഞാൽ മതേതരത്വം ഉള്ള. അപ്പം മതേതരമായ ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളും സൗഹാർദ്ദപരമായി ഒരേപോലെ ഒരേ അവകാശത്തോടു കൂടി ഒരേ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ചേർന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കണം. ഭാരതത്തിനെ മെച്ചപ്പെടുത്താനായിട്ട് എല്ലാ മതങ്ങളും തുല്യമായിട്ട് പങ്ക് വഹിക്കണം എന്നുള്ള രീതിയിലാണ്. സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് മാത്രമായിരുന്ന ഭാരതത്തിനെ ഈ 42-ാം അമെൻമെൻറ്റിന് ശേഷം സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആക്കി മാറ്റിയത് ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു.
അത് ഉദ്ദേശം നല്ലതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ സെക്യുലറിസം, മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചധികം മതഭ്രാന്തി ഇവിടെ വളർത്തിയെടുത്തു. പ്രത്യേകിച്ചും ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കെതിരെ, ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുമ്പം വർഗീയ പാർട്ടിയാണ് എന്നാണ് പലരും പറയുന്നത് ഇവിടെ, അല്ലെങ്കിൽ ഒരു കഥ അങ്ങനെ ഉണ്ടാക്കി പരത്തിയിട്ടുള്ളത്. അപ്പൊ ഈ വർഗീയത എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും വർഗീയത? നമ്മളെല്ലാവരും അതിനെ ഫാഷിസം എന്ന് വിളിക്കാറുണ്ട്. നാസിസം, ഫാസിസം എന്ന് പറയുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന നീണ്ട കാലഘട്ടമുണ്ടല്ലോ. ആ സമയത്ത് ജർമ്മനിയിലും ഇറ്റലിയിലും തുടങ്ങിയ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ക്രൂരത നിറഞ്ഞ ഭരണം, ഹിറ്റ്ലറിന്റെ കീഴിലും മുസോളിനിയുടെ കീഴിലും നിറഞ്ഞു നിന്നിരുന്ന ക്രൂരത, അതിനെ വിശേഷിപ്പിക്കാനായിട്ടാണ് ജർമ്മനിയിലും നമ്മൾ നാസിസം എന്ന് പറയുന്നത്. കാരണം നാസി പാർട്ടി സംഘടന ചേർന്നാണ് അത് മുഴുവനും ക്രൂരത മുഴുവൻ ചെയ്തിരുന്നത്. അതുപോലെ ഇറ്റലിയിലുള്ള മുസോളിനിയുടെ കീഴിലുള്ള ഒരു വല്ലാത്ത ഒരു ഭരണം അത് ഫാഷിസമായി മാറുകയും ചെയ്തു. BJPയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ മതവിദ്വേഷം നിറഞ്ഞ ഫാസിസ്റ്റ് പാർട്ടിയാണെന്നും ഫാസിസ്റ്റ് ചിന്തകളാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളതെന്നും ഇത് വർഗീയ പാർട്ടിയാണെന്നും ഒക്കെ പറഞ്ഞ് പരത്തിയ ആളുകളെ കൊണ്ട് വിശ്വസിപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വളരെയധികം ഇതുപോലെ ഫോൾസ് നെറേറ്റീവ്സ്, കള്ളക്കഥകൾ ഇങ്ങനെ പടർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് അത് പടർത്താനും അത് വായിക്കാനും അത് ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കാനും ഒക്കെ വലിയ ഉത്സാഹമാണ്. ഇത് ശരിയാണ് എന്നുള്ള മട്ടില്. മോദിജി അധികാരത്തിൽ വന്നപ്പോൾ 2014 ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എല്ലാ ആളുകളുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വെച്ച് ഞങ്ങൾ ഇടും എന്ന ഒരു വാഗ്ദാനവും ഒരിക്കൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന ചൂഷണം കാരണം, ബ്ലാക്ക് മണിയും ഹവാല ട്രാൻസാക്ഷൻസും ഇതുപോലെയുള്ള കറപ്ഷനും കാരണം വിദേശത്തേക്കും സ്വിസ് ബാങ്കിലേക്കും കോടിക്കണക്കിന് രൂപ ചില വ്യക്തികളുടെ കയ്യിൽ നിന്ന് അവരുടെ ഡെപ്പോസിറ്റ് ആയിട്ട് വിദേശ രാജ്യങ്ങളിലെ ബാങ്കുകളിൽ കെട്ടി കോടിക്കണക്കിന് രൂപ കിടക്കുന്നത് കൊണ്ടും മോദിജിയുടെ പ്രാഥമിക കൃത്യത്തിൽ ഒന്ന് ഈ വിദേശ പണം മുഴുവനും തിരിച്ച് ഭാരതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടുത്തെ അക്കൗണ്ടുകളൊക്കെ പൂട്ടിച്ച് ഈ വിദേശത്ത് കിടക്കുന്ന പണം മുഴുവൻ ഭാരതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ അതിന്റെ അർത്ഥം ഓരോ ഭാരതീയ പൗരനും 15 ലക്ഷം രൂപ കിട്ടുന്നത് പോലെയുള്ള ഒരു ഗുണം അതുവഴി സൃഷ്ടിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതാണ് ഇപ്പോ തെറ്റായി ധരിച്ചുകൊണ്ട് 15 ലക്ഷം രൂപ എന്താണ് ഇടാത്തത്, ഇതുവരെ എന്താണ് 15 ലക്ഷം രൂപ ഇടാത്തതെന്ന് ആളുകൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് 50 രൂപയ്ക്കുള്ള പെട്രോൾ എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ ഒരു രാജ്യത്തിന് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അത് അന്താരാഷ്ട്ര വിപണിയുള്ള ഒരു കാര്യമാണ്. ഭാരതത്തിൽ ഉണ്ടാക്കാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. പെട്രോളിയം കുറച്ചൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൂടുതലും പുറം രാജ്യത്തിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഭാരതത്തിൽ ഉണ്ടാക്കുന്നത്. ആ ഇറക്കുമതി ചെയ്യുന്ന അന്താരാഷ്ട്ര വിപണിയിലുള്ള വിലയല്ലാതെ നമ്മുടെ ഭാരതത്തിന് അതെങ്ങനെ ചെയ്യാൻ പറ്റും? കേരളത്തിൽ പക്ഷേ ടാക്സ് ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലുള്ള പെട്രോളിന്റെ വിലയുമായിട്ട് നോക്കിയാൽ മറ്റ് അയൽ സംസ്ഥാനങ്ങളിലുള്ള പെട്രോളിന് വളരെ കുറവേ ഉള്ളൂ തുക. ഇന്നൊരു 15-20 രൂപയുടെയൊക്കെ വ്യത്യാസം ചിലപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാതെ ഇവിടെ പെട്രോളിന് ടാക്സ് കൂട്ടിക്കൊണ്ട്, ഇവിടെ സർവ്വതിനും ടാക്സ് കൂട്ടിക്കൊണ്ട്, സർവ്വ കാര്യങ്ങൾക്കും കൂടുതൽ കാശ് വാങ്ങിച്ചുകൊണ്ട് പരമാവധി പണം പിരിച്ചെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു സർക്കാർ നിലവിലുള്ള കേരളത്തിൽ പറയുകയാണ് നരേന്ദ്രമോദി പെട്രോൾ 50 രൂപയ്ക്ക് കൊടുക്കണം. ഒരു തെളിവുമില്ല അദ്ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുള്ളതിന് പെട്രോളിന് 50 രൂപയ്ക്ക് വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത്. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നുള്ള മട്ടിൽ വല്ലതും പറഞ്ഞതാകാനേ വഴിയുള്ളൂ. പക്ഷെ ഇതൊക്കെയാണ് ആളുകൾ വീണ്ടും എടുത്ത് ചോദിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് ബന്ധമുള്ള ആരെ കണ്ടാലും ഭയങ്കരമായിട്ട് ഹാലിളകുന്ന ഒരു ഗ്രൂപ്പുണ്ട്. രാഷ്ട്രീയമായിട്ട് വർഗീയത എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഭാഗം മാത്രമാണ് ശരി, ബാക്കി എല്ലാവരും മോശം എന്ന് പറയുന്നതാണ്. അതായത് എൻ്റെ പാർട്ടി, ഞാനിപ്പോൾ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലാണോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഏത് മതത്തിലാണോ, ഞാനിപ്പോൾ ഏത് കമ്മ്യൂണിറ്റിയിലാണോ ഉള്ളത്, അത് മാത്രമേ ഉള്ളൂ നല്ലത്. ബാക്കിയെല്ലാം മോശം. ബാക്കി എല്ലാത്തിനെയും നശിപ്പിക്കണം, ബാക്കിയെല്ലാം ഉന്മൂലനാശനം ചെയ്യണം, അവരൊന്നും ഇവിടെ വർത്തിക്കാൻ അനുവദിക്കരുത് എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റവും പ്രവൃത്തിയുമാണ് വർഗീയത എന്ന് പൊതുവേ നമ്മൾ പറയുന്നത്. അതാണ് ഹിറ്റ്ലറിന്റെയും മസൂളിനിയുടെയും ഒക്കെ നയമായിട്ട് നമ്മൾ കണ്ടിരുന്നത്. അതിങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആകും. മോദിജി ആദ്യം തൊട്ടേ പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടുമൊപ്പം എല്ലാവരുടെയും വികസനം, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള
വാക്യം അദ്ദേഹം പല വട്ടം പല അവസരങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വികസനം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രം രാജ്യം ഭരിക്കുന്ന, കഴിഞ്ഞ 12 വർഷത്തിലേറെയായിട്ട് രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി, ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി, കേരളത്തിൽ വരുമ്പോൾ മാത്രം കേരളീയ ജനതയ്ക്ക് ഇതുപോലെ പത്രമാധ്യമങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കഥകളാണ് കൂടുതൽ വിശ്വാസം. അതുകൊണ്ടാണ് അവർ വർഗീയ പാർട്ടികളാകുന്നതും വർഗീയത സ്ഫുരിക്കുന്ന കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറയുന്നതും. ഞങ്ങൾ ശരിക്കും വർഗീയത പറയുന്നതേ ഇല്ല. എനിക്കാണെങ്കിൽ ഒരു വർഗത്തോടും പ്രത്യേകിച്ച് ഒരു മമതയും ഇല്ല. മനുഷ്യവർഗത്തോട് മാത്രമേ മമതയുള്ളൂ. മനുഷ്യവർഗത്തിൽ തന്നെ സ്ത്രീവർഗം എന്ന് പറയുന്നതിനോട് ശകലം കുറച്ച് കൂടുതൽ വരും, കാരണം ഞാനും ഒരു സ്ത്രീ ആയതുകൊണ്ട്. അല്ലാതെ ഒരു മതവിഭാഗമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഭാഗമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വിഭാഗമോ എന്തെങ്കിലും ആയിക്കോട്ടെ, സാമൂഹ്യ തലത്തിൽ പണക്കാരോടോ പാവപ്പെട്ടവരോടോ അങ്ങനെയൊക്കെയുള്ള ചില വ്യതിയാനങ്ങൾ നമ്മൾ കാണുമല്ലോ. പണക്കാരുടെ വർഗം, പാവപ്പെട്ടവരുടെ വർഗം, തൊഴിലാളി വർഗം എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള വർഗം എന്ന് പറയുന്നത് നിങ്ങൾ സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളാണ്, അല്ലാതെ ശരിക്കും ഉള്ളതല്ല. ഒരാൾ പറയുകയാണ് ഇന്നയാൾക്ക് വർഗീയതയാണ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാമോ? അയാൾ സ്വയം വളരെ വലിയ വർഗീയവാദിയാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ബാക്കി എല്ലാവരും വർഗീയവാദിയാണെന്ന് തോന്നുന്നത്. അതായത് നമ്മുടെ കണ്ണാടിയിൽ കാണുന്ന അതേ രൂപം നമ്മൾ ബാക്കി എല്ലാവരിലും കാണുക. നമ്മൾ എന്താണോ ഉള്ളിൽ, അത് ഇപ്പൊ നമ്മൾ നല്ല ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലും നന്മ കാണും. അതേസമയം നമ്മൾ വളരെ മോശം ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെല്ലാവരും മോശക്കാരാണ് എന്ന് തോന്നുകയും ചെയ്യും. അപ്പോൾ സ്വയം എന്താണോ അതാണ് ഈ കമന്റുകളിലൂടെ പ്രതിഫലിക്കുന്നത് എന്ന് വിചാരിച്ച് തള്ളിക്കളയാറാണ് പൊതുവെ ചെയ്യുന്നത്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, വേറെ മാധ്യമക്കാരിങ്ങനെ മയക്കുമായിട്ട് വരുമ്പോൾ മിണ്ടാൻ പോകരുത് എന്ന്. പക്ഷെ അന്ന് മെയ് 21-ാം തീയതി അബദ്ധവശാൽ കുറച്ച് സമയമുണ്ടല്ലോ, ആരാണ് പത്രക്കാരെന്ന് പോലും നോക്കാതെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ അങ്ങ് മറുപടി പറയുകയായിരുന്നു. മറുപടി പറഞ്ഞത് വളരെ രസകരമായിട്ടുള്ള മറുപടിയായിരുന്നു. 3 MLA-മാരെന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ്, വളരെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അത് 30-ആയും 100-ആയും ഒക്കെ ഭാവിയിൽ വളരും. നമ്മുടെ തിരുവനന്തപുരം നഗരസഭ BJP ഭരിക്കുന്നത് പോലെ തന്നെ കേരളത്തിലെ നിയമസഭ BJP ഭരിക്കുന്ന സമയം അടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനെതിരെയാണ് ആളുകൾക്ക് ഭയങ്കരമായിട്ട് വിദ്വേഷം ഇളകിയത്. ഇതിനെയും നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ഒരുപാട് ആളുകൾ ഇപ്പോൾ BJP-യെ ആശ്ലേഷിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ സാധിക്കൂ എന്നുള്ള വിശ്വാസം ഒരുപാട് ജനങ്ങൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ചില വർഗത്തിൽ ഉള്ള ആൾക്കാർ ഇതേക്കുറിച്ച് എന്ത് അപവാദം പറഞ്ഞാലും എന്തൊക്കെ തെറി വിളിച്ചാലും നിങ്ങൾക്കാണ് തെറ്റിയിരിക്കുന്നത് എന്ന് മനസ്സിലാകും ഭാവിയിൽ എന്ന് വലിയ പ്രതീക്ഷ എനിക്കുണ്ട്. സസ്നേഹം, ശ്രീലേഖ.